ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 92-ാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2125 പേരായി. അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വർക്ക് തുടങ്ങാം. ചായ ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെള്ളം, ചായയുടെ ഇല, തേയില, സ്പൈസസ്, പിന്നെ സ്വീറ്റ്നർ എന്ന് പറഞ്ഞാൽ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. വെള്ളം എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുന്ന രംഗമാണ് ആദ്യത്തേത്. ഹീറ്റർ അതിനായിട്ട് ഓൺ ചെയ്യുന്നു. ഹീറ്റർ ഓൺ ചെയ്തതിന് ശേഷം ഒരു ചെരുവത്തിനകത്ത് 2 ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ അടുപ്പിൽ വയ്ക്കുന്നു. 2 ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിലേക്ക് നമ്മുടെ ആ സ്പൈസസ്, അതായത് കറുവാപ്പട്ടയും ഏലക്കായും കൂടെ അരിഞ്ഞത് ഇടുന്നു. അതിനുശേഷം വെള്ളം തിളയ്ക്കാനായിട്ട് 2 മിനിറ്റ് നമ്മൾ കാത്തു നിൽക്കുന്നു. 2 മിനിറ്റ് നേരത്തിന് ശേഷമാണ് ബാക്കി പരിപാടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ചായയുടെ ഇലയുടെ ഒരു ബ്രാൻഡിൻ്റെ പടമാണിത്. ലിപ്റ്റൻ്റെ ഡാർജിലിംഗ്. ഇതാണ് ആ ചായ ഇല. അത് നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇടുന്നത്. സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. വെള്ളം ഇപ്പോൾ തിളച്ചിരിക്കുകയാണ്. തിളച്ചതിന് ശേഷം നമ്മളതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ തിള നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ചായയുടെ ഇലയിലേക്ക് ഇട്ടു. ഇനി നമുക്കത് കുറച്ച് സമയം വെച്ചുകൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, അങ്ങനെ പല സെക്ഷനാണ്. അതായത് അപ്പോൾ അതിന് നമുക്ക് മധുരമൊക്കെ ഇടാനായിട്ട് റെഡിയാക്കി വെച്ചു. അതായത് നമ്മളിത് ഫിൽറ്റർ ചെയ്യുന്ന കൂട്ടത്തിലേക്ക് തന്നെ ചായ ഈ മധുരം ഇട്ടു. മധുരം മീൻസ് ആ സ്വീറ്റ്നർ അതൊരു മഗ്ഗിലേക്ക് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഒഴിക്കുകയാണ്. ഫിൽറ്ററിങ് സിസ്റ്റം എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ നമ്മളത് ഈ ചായ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ തെളിച്ചം ഒരു മീഡിയം കളറാണ്. ലൈറ്റ്, മീഡിയം, ഹാർഡ്, അങ്ങനെ 3 കളറുണ്ട് അതിന്. അപ്പോൾ ആ മീഡിയം കളറിലുള്ള ചായയാണ് നമ്മളിപ്പം അതിലേക്ക് മഗ്ഗിലേക്ക് പകരുന്നത്. മഗ്ഗിലേക്ക് നമ്മൾ പഞ്ചസാരയല്ല, ഷുഗർ ഫ്രീ സ്വീറ്റ്നർ ഇട്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കപ്പിലേക്ക് പകരാം. അപ്പോൾ അതൊരു നന്നായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ ആ സ്വീറ്റ്നർ അതിനകത്ത് ലയിച്ച് ചേരുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ചിങ്ങനെ ഒരു പക്ഷേ കൂടുതലിടുന്നതുകൊണ്ടായിരിക്കും, ആവശ്യത്തിൽ കൂടുതലിട്ട് കഴിഞ്ഞിട്ടായിരിക്കും. അതിന് നമുക്ക് പരീക്ഷിക്കണം. ഒരു വെളുത്ത പൊടികളായിട്ട് നമ്മൾ ചായയുടെ അടിയിൽ അറ്റി പിടിക്കുന്നുണ്ട്. എനിവേ ആദ്യം മേടിച്ചത് സ്വീറ്റ്നറിൻ്റെ പാക്കറ്റ് തീർന്നു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചായയുടെ ഇലയും, ഒരു പാക്കറ്റ് ചായയുടെ ഇലയും തീർന്നിരിക്കുകയാണ്. നാളെ നമുക്ക് പുതിയ വാങ്ങണം. അപ്പോൾ ഇത് നമ്മൾ മേശപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ കപ്പിലെ ചായ നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവന്നു. ആദരവോടുകൂടി തന്നെ ബൈബിൾ എടുത്തുകൊണ്ട് വന്നു. നമുക്കിന്ന് വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഫാദർ മാത്യു വൈരാമണ്ണിൽ അച്ഛൻ്റെ പ്രോഗ്രാമിൽ ഇന്നത്തെ വചനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനമാണ്. അതാണ് നമ്മളിപ്പോൾ ബൈബിളിൽ കാണുന്ന ഭാഗം. ഞാനത് വായിക്കാം. വെളിപാട് അധ്യായം 1, 3-ാമത്തെ തിരുവചനം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. വചനം ഇവിടെ തീർന്നു. ഈ വീഡിയോ കണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ് ടു ഓൾ. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം.